ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി ഓർമ്മയായിട്ട് ഇന്നേക്ക് 5 വർഷം. വിദേശം, ധനകാര്യം, പ്രതിരോധം തുടങ്ങി കൈവച്ച വകുപ്പുകളിലെല്ലാം മികവ് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു പ്രണബ് മുഖർജി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെട്ടതും സുപ്രധാന രാജ്യാന്തര കരാറുകൾ ഒപ്പിട്ടതും പ്രണബിന്റെ കാലത്തായിരുന്നു. പശ്ചിമ മിഡ്നാപൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന വി.കെ. കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടാണ് 1969 പ്രണബ് കുമാർ മുഖർജി രാഷ്ട്രീയത്തിലെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മലയാളിയായ കൃഷ്ണമേനോനെ വിജയിപ്പിച്ചതിൽ പ്രണബ് മുഖർജിയുടെ പങ്ക് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി പ്രണബിനെ കോൺഗ്രസിൽ എത്തിക്കുകയായിരുന്നു. പി.വി. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ പ്രണബ് മുഖർജി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സോണിയാഗാന്ധിയെ എത്തിക്കുന്നതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു പ്രണബ്. വിദേശം, പ്രതിരോധം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അമേരിക്കയുമായി ഊഷ്മളമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലും റഷ്യയുമായി ആയുധ വ്യാപാരം നടത്തുന്നതിലും പ്രണബ് കാണിച്ച അവധാനത ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നു. ഇൻഡോ അമേരിക്കൻ സിവിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചതും പ്രണബിന്റെ കാലത്ത് തന്നെ. ധനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന നയങ്ങളാണ് പ്രണബ് മുഖർജി നടപ്പിലാക്കിയത്. 2012 രാഷ്ട്രപതിയായ പ്രണബ് മുഖർജി 2017 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി. രാഷ്ട്രം പത്മവിഭൂഷൺ, ഭാരതരത്ന ബഹുമതികൾ നൽകി പ്രണബ് മുഖർജിയെ ആദരിച്ചിട്ടുണ്ട്. പ്രണബ് മുഖർജിക്ക് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.